നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതൊരു സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴിയാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഗുണിക്കാൻ അറിയാം അല്ലേ? നോക്കാം. 234 ഗുണം 11. അത് സാധാരണ രീതിയിൽ ഗുണിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരും, പിന്നീട് എളുപ്പ വഴിയും കാണിച്ചു തരും. ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഇതുണ്ടോ, ചെറിയ സംഖ്യ തൊട്ട് വലിയ സംഖ്യ വരെ 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴിയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കിയാലോ. ആദ്യം 234 ഗുണം 11. 234 ഗുണം 11. അത് സാധാ രീതിയിൽ നമുക്കൊന്ന് ആദ്യം ചെയ്യാം. 1 ഗുണം 4 4, 1 ഗുണം 3 3, 1 ഗുണം 2 2. അതാദ്യം എഴുതി. ഇനി 1 ഗുണം 4 4, 1 ഗുണം 3 3, 1 ഗുണം 2 2. 2 ഇനി ആഡ് ചെയ്യണം. 4 4 3 7, 3 2 5, 2 ഇറക്കി എഴുതി. 2574 എന്ന് ഉത്തരം കിട്ടി. ഇത്രയും സമയം എടുത്തു അല്ലേ? ഇനി നമുക്ക് അല്ലാതെ എളുപ്പ വഴി എങ്ങനെയാണ് ഉണ്ടോ എന്ന് നോക്കാം. ചെറിയ സംഖ്യകൾക്ക് എളുപ്പ വഴി ആദ്യം കാണിച്ചു തരാം. അതിനുശേഷമാണ് ഇതിൻ്റെ ഇത്രയും വലിയ സംഖ്യ ആണെങ്കിലും എളുപ്പ വഴി എങ്ങനെയാണെന്ന് പിന്നീട്. നോക്കിയോ, 234നെയാണ് 11 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ? നമ്മളിവിടെ ഇങ്ങനെ എഴുതി ഗുണിച്ചു, അതിന് വരെ എളുപ്പ വഴി. ഈ 2ഉം ഈ 4ഉം ആദ്യം എഴുതി. 2ഉം 4ഉം ആദ്യം എഴുതി. പിന്നെയോ അതെല്ലാം എളുപ്പമല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ 2ഉം 3ഉം കൂടെ കൂട്ടിക്കേ. 2 3 5, 3 4 കൂടെ കൂട്ടിക്കേ 7. ഉത്തരമായില്ലേ? അപ്പോൾ ഇതാണോ എളുപ്പം, ഇതാണോ എളുപ്പം? നിങ്ങൾ തന്നെ തീരുമാനിക്കുക അല്ലേ? ഇത് തന്നെ എളുപ്പം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ? എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആദ്യത്തെ സംഖ്യയും അവസാന സംഖ്യയും ആദ്യം അവസാനമായിട്ട് അങ്ങ് എഴുതുക. എന്നിട്ടോ ഈ 2 3 കൂട്ടി 5 എന്ന് എഴുതുന്നു. അടുത്ത 3 4 കൂടെ കൂട്ടി 7 എന്ന് എഴുതി. ഉത്തരമായി. നമ്മൾ ഈ ക്രിയ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഈ വലിയ സംഖ്യയാണെങ്കിൽ ഇതിന്റെ ക്രിയ കുറേ വരും അല്ലേ? അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്തതൊക്കെ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത് 1241 ഗുണം 11 അല്ലേ? ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ സംഖ്യയും അവസാന സംഖ്യയും ഇവിടെ അങ്ങ് എഴുതണം. 1ഉം 3ഉം എഴുതണം അല്ലേ? പിന്നെയോ ഈ 1ഉം 2ഉം കൂടെ പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 1ഉം 2ഉം 3. ഇവിടെ തൊട്ട് എഴുതി വരണം. പിന്നെ ഈ 2ഉം 4ഉം കൂടെ, സോറി 1ഉം 3ഉം അല്ല, 1ഉം 2ഉം കൂടെ ആണ് പ്ലസ് ചെയ്ത് എഴുതേണ്ടത്. 1ഉം 2ഉം 3 എഴുതി. പിന്നെയോ ഈ 2ഉം 4ഉം കൂടെ പ്ലസ് ചെയ്ത് എഴുതി. എത്രയാണ്? 6. പിന്നെയോ 4ഉം 3ഉം കൂടെ പ്ലസ് ചെയ്ത് എഴുതി 7. ഇതായിരിക്കും ആൻസർ. അപ്പം 1ഉം 3ഉം ഇവിടെ 1ഉം 3ഉം ആദ്യം അവസാനം എഴുതി. പിന്നെ ഈ 1ഉം 2ഉം കൂടെ പ്ലസ് ചെയ്ത് കേട്ടോ 3. ഇനി ഈ 2ഉം 4ഉം കൂടെ പ്ലസ് ചെയ്ത് 6. പിന്നെ 4 3ഉം കൂടെ പ്ലസ് ചെയ്ത് 7. അത്രയേ ഉള്ളൂ. അത് അടുത്ത് നോക്കാം. ഇതുണ്ടോ, ഈ 2ഉം ഈ 4ഉം സമയത്ത് 2 എഴുതണം. ഇവിടെ 4 എഴുതണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? ഈ 2 ഉൾപ്പെടെ ഈ 2ഉം 3ഉം കൂടെ പ്ലസ് ചെയ്യണം. 3ഉം 2ഉം എത്രയാണ്? 5. ഇനിയോ 3ഉം 5ഉം കൂടെ പ്ലസ് ചെയ്യണം. എത്രയാണ്? 8. 5 1ഉം കൂടെ പ്ലസ് ചെയ്യണം. എത്രയാണ്? 6. 1 1ഉം കൂടെ പ്ലസ് ചെയ്യണം. എത്രയാണ്? 2. 1ഉം 4ഉം കൂടെ പ്ലസ് ചെയ്യണം. 5. ഇതായിരിക്കും ആൻസർ അല്ലേ? അടുത്തത് 5 5. ആദ്യത്തെ അവസാനത്തെ സംഖ്യകൾ ഇങ്ങനെ എഴുതാം. 5 ഇവിടെ എഴുതി, അവസാനം 5 എഴുതി അല്ലേ? ഇനിയോ ഈ 5ഉം 1ഉം കൂടെ കൂട്ടണം. എത്രയാണ്? 6. 1ഉം 1ഉം കൂടെ കൂട്ടിയാൽ 2. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3. 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5. 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ 8. ഈ 5ഉം കൊണ്ട് നീക്കി എഴുതാം 5. ഇതായിരിക്കും ആൻസർ. നമ്മൾ എന്തോരം സ്റ്റെപ്പ് ഒഴിവായി അല്ലേ? നമുക്ക് അടുത്തത് ചെയ്യാം. 62 ഉണ്ടോ? ഇത്രയും വലിയ സംഖ്യ. 1 10 100 1000 16 ലക്ഷം 10 ലക്ഷം 62,13,344 11 വിളിക്കണം. എത്രയോ സ്റ്റെപ്പ് എഴുതിയാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അതിന് പകരം നോക്കിയോ, എന്ത് ചെയ്യണം? 6 ആദ്യം എഴുതണം, 4 ഇവിടെ എഴുതണം അല്ലേ? എന്നിട്ട് തന്നെ ചെയ്യണം? പെട്ടെന്ന് ചെയ്യാം. 6ഉം 2ഉം 8, 2 1ഉം 3, 1 3ഉം 4, 3 3ഉം 6, 4 3ഉം 7, 4 4ഉം 8. ഉത്തരമായി. എത്ര സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആദ്യം അവസാനമായിട്ട് എഴുതുക. പിന്നെയോ ആദ്യം തൊട്ട് 2 സംഖ്യ വീതം കൂട്ടി കൂട്ടി ഇതിൻ്റെ സെൻറ്ററിൽ എഴുതുക. ഉത്തരവായില്ലേ? അപ്പോൾ ഇത് ഒരു പാർട്ട് 1 ആണ്. ഇന്ന് ഈ 11 കൊണ്ട് ഗുണിക്കാനുള്ള പാർട്ട് 1 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തത്. നിങ്ങൾക്കിത്
മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് 2 ഉണ്ട്. അതായത് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഇവിടെ റിമൈൻഡർ വരും. ഇപ്പം 3 3 ആണെന്നുള്ള 3 ഇവിടെ 8 ആണെങ്കിലോ 3 തൊട്ട് 11 വരില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരുമിച്ച് പഠിച്ചാൽ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പോൾ അടുത്ത പാർട്ട് 2 അതുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.